ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പെൻസിൽ ഹോൾഡർ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് മെറ്റീരിയൽസാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു കാർഡ്ബോർഡ് പീസ് എടുക്കാം. അപ്പോൾ ഇത് പഴയ ഒരു കാർഡ്ബോർഡ് ബോക്സ് എൻ്റെ ഉണ്ടായിരുന്നു. അതിനൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. അതിനുശേഷം നമുക്കതിൽ കുറച്ച് റൗണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. സെൻറ്ററിൽ ഒരു റൗണ്ട് വേണം. പിന്നെ അതിന് ചുറ്റും നമുക്ക് കുറച്ച് റൗണ്ടുകൾ വരച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഒരു റൗണ്ടിനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് 2 പീസ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ഫ്ലവറാണ്. ഇനി നമുക്ക് ഇതിന് കളർ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ 2 റൗണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കളർ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ നോർമൽ ആക്രിലിക് കളറാണ്. അപ്പോൾ സെൻറ്ററിൽ നമുക്ക് 2 ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമുക്ക് യെല്ലോ കൊടുക്കാം. ആക്രിലിക് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് സ്കെച്ച് യൂസ് ചെയ്യാം. ഇനി നമുക്ക് റെഡ് കളർ കൊടുക്കാം. ഇപ്പം നമ്മൾ സെൻറ്ററിൽ യെല്ലോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് ചുറ്റും നമുക്ക് റെഡ് കളർ കൊടുക്കാം. നമ്മൾ ഇതുപോലെ തന്നെ 2 ഫ്ലവറിലും 2 പീസിലും നമ്മൾ സെയിം ആയിട്ട് കളർ കൊടുക്കണം. ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രം നമ്മൾ കളർ കൊടുത്താൽ മതി. ഒരു സൈഡ് നമുക്ക് പ്ലെയിൻ ആയിട്ട് തന്നെ വച്ചേക്കാം. നമുക്ക് കളർ ചെയ്തതിന് ശേഷം ഇതിനെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണം കുറച്ച് നേരം. അപ്പോൾ ഇത് കുറച്ച് ടൈം കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങും. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ 2 ഫ്ലവറും ഇവിടെ കളർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 2 ഫ്ലവറും ഡ്രൈ ആയിട്ടുണ്ട്. ഒരു മണിക്കൂറൊക്കെ വയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഒരുവിധം ഉണങ്ങും ഇത്.
നമുക്കിതുപോലത്തെ ഒരു കാർഡ്ബോർഡ് ബോക്സ് വേണം. ചെറിയൊരു ബോക്സ് മതി. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ സോപ്പിൻ്റെ ബോക്സ് അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ടൈപ്പ് ബോക്സ് മതി. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നില്ല ഒട്ടിക്കാൻ, പകരം യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡബിൾ സൈഡ് ടാപ്പാണ്. ഇപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ എല്ലാവരുടെ കയ്യിലും കാണണമെന്നില്ല. ഈ ഡബിൾ സൈഡ് ടാപ്പ് നമുക്ക് ഫാൻസി ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഒരു 20-30 രൂപയൊക്കെ വരുള്ളൂ. അപ്പം നമുക്ക് അതിൻ്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് നമ്മുടെ കാർഡ്ബോർഡ് ബോക്സിൻ്റെ മുകളിലും താഴെയായിട്ട് ഒരു സൈഡ് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും മുകളിലും താഴെയായിട്ട് ചെറിയൊരു പീസ് വീതം ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു മുകളിലത്തെ ആ ഒരു പേപ്പർ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്ലവർ അതിൽ ഒട്ടിച്ചു വയ്ക്കാൻ പറ്റും. ഇപ്പോൾ 2 സൈഡിലും നമുക്ക് ഇതുപോലെ ഫ്ലവർ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പെൻസിൽ ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പെൻസിലോ പേനയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.